നമ്മളിവിടെ എടുക്കാൻ പോണത് നാനോ ആണ് എടുക്കാൻ പോണത്. അതിൻ്റെ മെറ്റലേവിയേഷൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ ലൈസൻസ് കിട്ടേണ്ടത്. ഹായ്, ഒരുപാടായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അപ്പോൾ ഒന്നാമത് തിരക്കായി പോയിട്ടോ. ഒന്ന് ജോലിൻ്റെ തിരക്കുണ്ട്, അതേപോലെ തന്നെ നാട്ടിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാന് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും. അതേപോലെ തന്നെ വേറൊരു തിരക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഇരിക്കാം അല്ലേ? ഓക്കെ. തിരക്കുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? നാട്ടിൽ പോകാനുള്ള തിരക്കുണ്ട്, ജോലിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമ്മളെ ഒരു ഡ്രോൺ എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കായിരുന്നു ഇത്രയും ദിവസങ്ങളിലായിട്ട്. ഡ്രോൺ എടുത്ത് പറത്താൻ പഠിക്കാൻ എളുപ്പമാണ്, അതിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അതിനെക്കുറിച്ച് നിയമപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കുറേ രാജ്യങ്ങളിൽ ലീഗലാണ്, കുറേ രാജ്യങ്ങളിൽ ഇല്ലീഗലാണ്. പിന്നെ അതിനൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്, ഇതൊക്കെ ഉയർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗണ്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും. സൗദി അറേബ്യയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 1 വീക്ക് കഴിഞ്ഞു. 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഈ കാണുന്ന മെസ്സേജാണ് ഇതുവരെ കാണുന്നത്. അത് എന്ന് അപ്രൂവൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡ്രോൺ എടുക്കാൻ. എന്നാലേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്താലേ നമുക്ക് ഇവിടെ ഡ്രോണ് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. കാരണം ചില ഓരോ രാജ്യത്തും ഓരോ കാര്യങ്ങളുണ്ടാവും. നമ്മളിതിന് വേണ്ടിയിട്ട് ഇത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതിനൊരു ലൈസൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാം. എവിടെയാണെങ്കിലും ഡ്രോൺ രജിസ്റ്റർ ചെയ്യേണ്ടത് സിവിൽ ഏവിയേഷൻ്റെ ഭാഗമായിട്ടാണ്. അവരാണ് നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്ത് തരേണ്ടത്. സൗദി അറേബ്യയിൽ നമ്മൾ ഗാക്ക എന്ന് പറയുന്ന സിവിൽ ഏവിയേഷൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ ലൈസൻസ് കിട്ടേണ്ടത്. നമ്മളപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 വീക്ക് കഴിഞ്ഞു. കിട്ടണമെങ്കിൽ 6 മാസമൊക്കെ ആവണമെന്ന് പറയണത് കേട്ട്. എന്തായാലും നമ്മൾ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടല്ലോ. നാട്ടിലത്തെ നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 250 ഗ്രാമിന് താഴെയുള്ള ഡ്രോണുകൾക്കൊന്നും ലൈസൻസ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ സൗദി അറേബ്യയിൽ 250 ഗ്രാം ആണെങ്കിലും ഡ്രോൺ പറത്തണമെങ്കിൽ ലൈസൻസ് വേണം. അത് അപ്ലൈ ചെയ്ത് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 6 മാസം കഴിയുമ്പോഴത്തേക്ക് കിട്ടും തോന്നുന്നുള്ളൂ. എന്തായാലും അതിനൊരു ഫീസ് ഉണ്ട്. ഇവിടെ 250 ഗ്രാമിന് താഴെയുള്ള ഡ്രോണുകൾക്കൊക്കെ 250 റിയാൽ നമ്മൾ പേ ചെയ്യണം. നാട്ടിൽ 1000 തോന്നുന്നു അല്ലേ? എന്തായാലും നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി, ഡ്രോണിൻ്റെ കാറ്റഗറി ഏതൊക്കെയാണെന്നറിയാം? ഒന്ന് നാനോ, മൈക്രോ, അതേപോലെ തന്നെ സ്മോൾ. ഈ കാണുന്നതാണ് കേട്ടോ. മീഡിയം, ലാർജ്, ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ എടുക്കാൻ പോണത് നാനോ ആണ് കേട്ടോ എടുക്കാൻ പോണത്. അതിൻ്റെ മെച്ചം എന്താ അറിയോ? ട്രാവലിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് കൊണ്ടടക്കാനും അതേപോലെ തന്നെ കസ്റ്റംസിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുവിധം കുറവാണ് ഇതിന്. കുറേ രാജ്യങ്ങളിൽ നമുക്ക് ലൈസൻസ് ഇല്ലാതെ വേണമെങ്കിൽ പറത്തൊക്കെ ചെയ്യാം. അത് വിചാരിച്ചിട്ട് ആരും അവിടെ പോയി പറത്തൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം അത് അന്വേഷിച്ചിട്ട് നല്ലോണം ആ രാജ്യത്തിന് എന്തൊക്കെയാണോ റൂള്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഫ്ലൈ ചെയ്യാം. ഓരോ രാജ്യത്തും ഓരോ ലൈസൻസ് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുത്തുകൊണ്ട് സൗദിയിൽ വന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സൗദിയിൽ വരുമ്പോൾ സൗദിയിൽ ഉപയോഗിക്കണമെങ്കിൽ സൗദീൻ്റെ ലൈസൻസ് തന്നെ എടുക്കണം. എന്തായാലും നമ്മൾ സൗദി അറേബ്യയിൽ അപ്ലൈ ചെയ്തിട്ട് 1 വീക്കായി. അപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രോൺ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ. അപ്പോൾ ഇനി നമുക്ക് ഡ്രോൺ ആഡ് ചെയ്താൽ മതി, വലിയ വിഷയമൊന്നുമില്ല. അതൊക്കെ ഞാൻ ലൈസൻസ് എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എങ്ങനെയാണ് ലൈസൻസ് എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ ഞാൻ 2 രാജ്യത്തിൻ്റെ മുമ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ 2 രാജ്യത്തിൻ്റെ എടുക്കുന്നുണ്ട്. കിട്ടുമെന്നറിയില്ല, എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ അപ്ലൈ ചെയ്താണ് ഇത് കേട്ടോ. ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക? ഇക്കാമ വാലിഡ് ആവണം. ഇക്കാമ വേണം കേട്ടോ. ഇക്കാമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രോണിന് രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ. ഇന്ത്യയിൽ കൊടുത്താണെങ്കിൽ ഇത് സിമ്പിളാണ്. നമുക്ക് ആധാർ കാർഡോ പാൻ കാർഡോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അത് നടക്കും. അപ്പോൾ അതിന് പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്. ഇവിടെ അതേപോലെ തന്നെ ഇക്കാമ വേണം, പാസ്പോർട്ട് വേണം. ഈ 2 കാര്യങ്ങൾ കറക്റ്റായിട്ട് വേണം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ. പിന്നെ വേറൊരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ ചാനലിൽ 600 അടുത്ത് സബ്സ്ക്രൈബർ കയറിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അല്ലേ? 2013 ഞാൻ തുടങ്ങിയതാണ് ഈ ചാനൽ. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല.
ഇപ്പോൾ ഈ 2 മാസം കൊണ്ടാണ് ഞാൻ 500 സബ്സ്ക്രൈബർ കയറ്റിയത്. ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ ഇട്ടിട്ടാണ്. അങ്ങനെയാണ് എനിക്ക് 600 സബ്സ്ക്രൈബറോളം എത്തിയിട്ടുണ്ട്. ഞാൻ നല്ല കണ്ടൻറ്റുകളൊന്നും അല്ല ഇടുന്നത്, അതുകൊണ്ടായിരിക്കാം കയറും വ്യൂവേഴ്സ് അതേപോലെ തന്നെ വരുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല വീഡിയോസ് എടുക്കണമെങ്കിൽ ഈ ഡ്രോണൊക്കെ വേണമല്ലോ. അപ്പോൾ എന്തായാലും ഡ്രോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിന് വലിയ ഏണിങ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നല്ല വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുക എന്നുള്ളതാണ്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോകളൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. ബൈ.